ഹായ് എവരി വൺ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഒരു പഴയ വണ്ടിയാണ്. എൻ്റെ സ്വന്തം വണ്ടിയാണ്, ഞാൻ ഓൺ ചെയ്യുന്ന വണ്ടിയാണ്. സുസുക്കി വാഗനർ, മാരുതി സുസുക്കി വാഗനർ സ്റ്റിംഗർ എന്ന് പറഞ്ഞ വാഹനമാണ്. ഈ വാഗനറിനെ സുസുക്കി ഡെവലപ്പ് ചെയ്യുന്നതൊരു കീ കാറായിട്ടാണ്. 1993 അത്. ജപ്പാനിലാണ്, ജപ്പാൻ കീ കാർ ആയിട്ടാണ് ആദ്യം ഇത് ഡെവലപ്പായത്. ലേറ്റർ ഓൺ ഇത് ലോകത്തിലെ പല ഭാഗങ്ങളിലേക്കും എക്സ്പാൻഡ് ചെയ്യായിരുന്നു. യൂണിഫിൻ യൂറോപ്യൻ കൺട്രീസിൽ ഒപ്പലും വോക്സുകളൊക്കെ ഒരു അഗില എന്നൊക്കെ പറഞ്ഞൊരു വെർഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഇന്ത്യയിലോട്ട് ഇത് വരുന്നത് 1999 അന്ന് ഇതിലുണ്ടായിരുന്നത് ഒരു 1.1 ലിറ്റർ അവരൊരു F10D എന്ന് പറഞ്ഞൊരു പെട്രോൾ എഞ്ചിനായിരുന്നു. അത് 2010 വരെ ഉണ്ടായിരുന്നു, ഫസ്റ്റ് ജെൻ വാഗനർ. ദെൻ സെക്കൻഡ് ജെൻ വന്നത് 2010 തൊട്ട് 2019 വരെ ഉണ്ടായിരുന്നത്. ആ 2010 തൊട്ട് 2019 വരെ ഉണ്ടായിരുന്നതിൽ ഒരു സ്പോർട്ടിയർ വെർഷനായ സ്റ്റിംഗറയാണ് ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെൻ്റെ സ്വന്തം വാഹനമാണ്. അപ്പോൾ സ്റ്റിംഗർ ഇപ്പോൾ ഉള്ള കറണ്ട് ജനറേഷനിലില്ല, അന്നുണ്ടായിരുന്നു. ആക്ച്വലി ഫസ്റ്റ് സ്റ്റിംഗറുടെയും തുടക്കം ജപ്പാനിൽ നിന്ന് തന്നെയാണ്. അന്നുണ്ടായിരുന്ന വാഗനറിൻ്റെ ഒരു സ്പോർട്ടിയർ വേർഷനായിട്ടാണ് സ്റ്റിംഗർ എന്ന് പറഞ്ഞാൽ ഇറക്കുന്നത്. ഈ സ്റ്റൈലിങ്ങിലും ഈ കുറച്ച് ബോഡി പാർട്സിലുള്ള വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ സ്പോർട്ടിയർ വേർഷൻ എന്ന് പറയുന്നത്. അല്ലാതെ എൻജിൻ സ്പെക്കിലും ഒന്നും സ്പോർട്ടിയർ ആയിട്ടില്ല, ആസ് സെയിം ആണ്. നമ്മുടെ ഇന്ത്യയിലത്തെ K10 B എഞ്ചിനാണ് ഇതിലുണ്ടായിരുന്നത്. അതായത് ഈ സെക്കൻഡ് ജനറേഷൻ വാഗനറിലുണ്ടായിരുന്ന K10 B എഞ്ചിൻ തന്നെയാണ് ഈ സ്റ്റിംഗറയിലും വരുന്നത്. സെയിം ആണ്, യാതൊരു ഡിഫറൻസും ഇല്ല. യൂണിഫിൻ ട്യൂണിങ് ഒന്നിലും ഡിഫറൻസ് ഇല്ല. സ്റ്റൈലിങ്ങിൽ വ്യത്യാസം ഉണ്ടായിരുന്നു, ഇൻറ്റീരിയറിൽ കുറച്ച് വ്യത്യാസം മീൻസ് ഇൻ കളറിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. ബാക്കിയെല്ലാം സെയിം ആണ്. പിന്നീട് ലേറ്റർ ഓൺ ഈ സ്റ്റിംഗറേന്നുള്ള ബാഡ്ജ് മാരുതി സുസുക്കി എടുത്ത് കളഞ്ഞിട്ട് ഒരു 2018-17 കാലഘട്ടമൊക്കെ വാഗനറിൻ്റെ ടോപ്പ് എൻഡ് വേർഷനായിട്ട് VXi പ്ലസോ VXi ഒക്കെ ആയിട്ട് ഇത് ഇറക്കിയിരുന്നു. അപ്പോൾ അന്ന് സ്റ്റിംഗർ എന്നുള്ള ഒരു നെയിം എടുത്ത് കളഞ്ഞിരുന്നു. വാഗനർ പ്ലസ് എന്നൊക്കെ രീതിയിൽ ഈ വാഹനം പറ്റിയിരുന്നു. പിന്നീട് ഇപ്പോൾ വന്ന ലേറ്റസ്റ്റ് ജനറേഷനിൽ സ്റ്റിംഗർ എന്ന് പറഞ്ഞൊരു മോഡലില്ല. വാഗനർ 2 എൻജിൻ കോൺഫിഗറേഷനിൽ മാത്രമേ വരുന്നുള്ളൂ. ഏറ്റവും ലേറ്റസ്റ്റ് ജനറേഷനിൽ 2 എൻജിൻ കോൺഫിഗറേഷൻ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക്. ഒന്ന് നമ്മുടെ K10 C, അതായത് 1 ലിറ്റർ എഞ്ചിനും, പിന്നെ ഒരു 1.2 ലിറ്റർ, അതാണ് K10 12N. ആ എൻജിൻ കോൺഫിഗറേഷനിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റിംഗറയുടെ കുറച്ച് പ്രോസ് എന്താണെന്ന് നോക്കാം. സ്റ്റിംഗറയുടെ പ്രോസ് അതിൻ്റെ സ്പേസ് തന്നെയാണ്. സ്പേസ് വളരെ നന്നായി മാനേജ്മെൻറ്റ് ചെയ്തുള്ള കാറാണ്. ഭയങ്കര സ്പേസിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു കാറാണ് സ്റ്റിംഗർ. നിങ്ങൾക്ക് സ്റ്റിംഗർ അഥവാ വാഗനർ അത് നിങ്ങൾക്ക് ഈ കാർ യൂസ് ചെയ്യുമ്പോൾ മനസ്സിലാവും, അഥവാ ഈ കാർ ഓടിച്ചാൽ മനസ്സിലാവും. ഇതിൽ ഒരുപാട് സ്പേസ് ഉണ്ട്. സ്പേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുറച്ച് മറ്റേ ഒളിപ്പിച്ച് വെച്ച സ്പേസ് വരുന്നുണ്ട്. ഈവൻ ഇഫ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്ന മേ ബി വീഡിയോസിലെല്ലാം നമ്മുടെ ഈ കോ ഡ്രൈവറുടെ സീറ്റിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അതൊക്കെ ഒരു കീ കാർ എലമെൻ്റാണ്. ഇതിൻ്റെ ഒരു കോൺസിലെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡോർ പോക്കറ്റ്സിലൊന്നും നമുക്ക് ബോട്ടിലൊന്നും ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊരു ബുദ്ധിമുട്ടാണ്. അതുപോലെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സ്പേസും ഈ ടോൾ ബോയ് ഡിസൈനും ഇതിൻ്റെയൊക്കെ പ്രോസിൻ്റെ ഒപ്പം തന്നെ കോൺ വരുന്നത്, ഇത് ഈ ടോൾ ബോയ് ഡിസൈൻ ആയതുകൊണ്ട് നല്ല ബോഡി റോൾ ഉണ്ടാവും നമുക്ക്. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അതേപോലെ ഈ K10 B എന്ന് പറഞ്ഞ എൻജിൻ അത്യാവശ്യം എഫിഷ്യൻ്റ് ആണ്. എന്നാൽ അതിന് ചില കാരണം നമ്മൾ സിറ്റീസിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അത്ര വലിയ എഫിഷ്യൻസി ആയിട്ട് തോന്നില്ല. കാരണം ഇത് പല കാറ്റഗറിയുള്ള ആൾക്കാർ യൂസ് ചെയ്തിട്ട് അതിൽ 20 മൈലേജ് കിട്ടുന്നവരുണ്ട്, 12 കിട്ടുന്നവരുണ്ട്. അപ്പോൾ എനിക്ക് ആവറേജ് കിട്ടിയേക്കുന്ന ഏറ്റവും ഹയസ്റ്റ് മൈലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 17 ആണ്. നിങ്ങൾക്ക് അതിൻ്റെ ഇടയിൽ തന്നെയാണ് ഇതിൻ്റെ മൈലേജ് കിട്ടുള്ളൂ ഏകദേശം. പിന്നെ ഈ K10 B എന്ന് പറഞ്ഞ എഞ്ചിൻ അത്ര പവർഫുള്ളൊന്നുമല്ല. നമ്മൾ
പെപ്പിയാണ്. പക്ഷേ നമ്മളൊരു ഫുൾ പാസഞ്ചേഴ്സൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ഓവർടേക്കിംഗ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഇത്രയും വലിയൊരു വാഹനത്തിൽ ഇതൊരു ചെറിയ എഞ്ചിനായിട്ട് നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്യും. അതൊരു ഡിസഡ്വാൻറ്റേജായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സ്പേസ് പിന്നെ യാത്രാസുഖം നല്ലതാണ്. നമുക്ക് ലോങ് ഡ്രൈവ്സിലൊക്കെ സിമ്പിളായിട്ട് ഇങ്ങനെ ഫാമിലിയൊക്കെ ആയിട്ട് ക്രൂസ് ചെയ്യാൻ പറ്റിയൊരു കാറാണ്. വേറെ യാതൊരു പ്രശ്നങ്ങളും നമുക്ക് ഫീൽ ചെയ്യില്ല. വളരെ നന്നായി ക്രൂസ് ചെയ്ത് പോകാം. ഞാനിതിൽ ഹയസ്റ്റ് ലോങ് ട്രിപ്പ് പോയേക്കുന്നത് ഒരു കൊടൈക്കനാലൊക്കെ പോയിട്ടുണ്ട്. അതൊക്കെ തന്നെയുള്ളൂ. ലോങ് റൈഡ്സിന് കുഴപ്പമില്ല, നമുക്ക് ഫുൾ പാസഞ്ചേഴ്സ് ആയാലും കുഴപ്പമില്ല. പിന്നെ നിങ്ങൾ നല്ല ഹൈറ്റുള്ള ആളാണെങ്കിൽ, ഞാൻ ഒരു 6 ഫൂട്ടറാണ്. ഹൈറ്റുള്ള ആൾക്കാരാണെങ്കിൽ ബാക്കിലായാലും ഫ്രണ്ടിലായാലും ഒന്നും ഒരു ഡിസ്കംഫർട്ടോ ഒന്നും ഫീൽ ചെയ്യില്ല. അത് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇതിനെക്കുറിച്ച് പറയാനായിട്ട്. അപ്പം നിങ്ങളൊരു 3 lakhs താഴെ നല്ലൊരു ഫാമിലി കാർ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് കാർ, സെക്കൻഡ്സ് കാറൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇത് കൺസിഡർ ചെയ്യാവുന്നൊരു കാറാണ്. നിങ്ങളെ ഡിസപ്പോയിൻ്റ് ആക്കില്ല ഒരിക്കലും. ഇതിൽ പ്രധാന ഒരു കാര്യം പറയാനുള്ളത്, ഇതിന് പരിപാലന ചിലവ് ഭയങ്കര കുറവാണ്. മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണയായിട്ട് സുസുക്കി ഭയങ്കര കുറവാണ്. അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഞാൻ ഈ വാഹനം വാങ്ങി ഞാൻ പറഞ്ഞിപ്പോൾ 3 years ആയി. എനിക്ക് ഈ 3 years കൊണ്ട് ഒരു മേജർ അങ്ങനെ മെയിൻ്റനൻസ് കോസ്റ്റൊന്നും വന്നിട്ടില്ല. ആസ് റെഗുലർ സർവീസ് അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ വന്നുള്ളൂ. ഈ റെഗുലർ സർവീസിനും നിങ്ങളെ അങ്ങനെ അത്ര വലിയ എമൗണ്ടൊന്നും സാധാരണയായിട്ട് വരില്ല. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഒരു ഇപ്പോഴത്തെ ഒരു ഹൈ എൻഡ് ബൈക്സൊക്കെ സർവീസ് ചെയ്യുന്ന കോസ്റ്റ്ലി വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ കാറ് സർവീസ് ചെയ്തെടുക്കാൻ പറ്റും. എങ്ങനെ പോയാലും ഒരു 5 to 6 അല്ലെങ്കിൽ ഒരു 4 to 6 ആ ഇതൊക്കെ വരുള്ളൂ. 4 to 6,000 റുപ്പീസൊക്കെയാണ് ഇതിന് വരിക. അത്രയും വരില്ല, അതിലും കുറവായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും പാർട്സ് എല്ലാം മാറാനുണ്ട്, അങ്ങനെ എന്തെങ്കിലും മാത്രം ഉണ്ടെങ്കിൽ മാത്രം അത്ര എമൗണ്ടൊക്കെ വരുള്ളൂ. അതല്ലെങ്കിൽ അത്ര എമൗണ്ടൊന്നും വരില്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗായ്സ് നമ്മുടെ ഈ വീഡിയോ. നമ്മളൊരു അടുത്ത ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. Until then, bye bye.